ഉണ്ണി നന്നായി. ഹലോ, അപ്പോൾ ഒരു ഫംഗ്ഷന് പോണതിന് മുമ്പ് ഒന്ന് മുടിയൊക്കെ ഒന്ന് ഷൈൻ ആക്കിയാലോ. അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടാൽ മുടി ഇങ്ങനെ സിൽക്കും സ്മൂത്തൊക്കെ ആവും എന്നാണ് കേട്ടോ പറയണത്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചകിരി പോലത്തെ മുടി അങ്ങനെ ആവും നോക്കാം. അതിനായിട്ട് ഒരു കൊട്ട ചെമ്പരത്തിയുടെ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കറ്റാർവാഴ ഒരു വലിയ തണ്ടന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കൊല്ല കരിവേപ്പിലുണ്ട്. പക്ഷേ അത്രയൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രം എടുത്തിട്ട് ഒരു ജാറ് ഫില്ലാവണം അത്രയും നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, അതിൽ ഫുള്ള് ഞാൻ എല്ലാം ഇടുന്നുണ്ട്. ആദ്യം ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തി എല്ലാം കൂടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ഹെയർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അങ്ങനെ ഹെയർ ആവുമെന്ന്. അപ്പോൾ ഞാൻ കുറേ ഈ ഹെയറിൽ പാക്കൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ടാണ് അപ്പോഴേക്ക് ഇടയിൽ കൂടെ വേറൊരാളും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചെമ്പരത്തി ഇടുന്നുണ്ട്, അതിലത്തെ തണ്ടൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. ഞാൻ അങ്ങനെ കളയണത് എന്താണെന്ന് വെച്ചാൽ ഇലേൻ്റെ തണ്ടാണ് കളയണത് കേട്ടോ. പിന്നെ ചെമ്പരത്തിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഉണ്ണി വരികയാണ്, ഉണ്ണിയുടെ തലയിലും ഇതൊക്കെ ചെയ്യണം പറഞ്ഞിട്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അവൻ എൻ്റെ മടിയിലിരിക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. എനിക്ക് മടിയിലിരിക്കണം പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കറ്റാർവാഴ അതിൻ്റെ 2 സൈഡും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നടുവൊന്നിങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ആ മുള്ളു പോലത്തെ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതാ ഫുള്ളാക്കിയിട്ട് എന്നിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. കരിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഒന്നും ചേർക്കാണ്ട് തന്നെ അരച്ചിട്ട് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ മിക്സിയുടെ ജാറ് ഫുള്ള് എടുത്തിട്ട് ഇത്ര കിട്ടിയിട്ടുള്ളൂ. ഇനി ഞാൻ യൂസ് ചെയ്യണ എണ്ണയാണത്, നല്ലെണ്ണ. അപ്പോൾ ഇതും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഈ പാക്ക് ഇട്ട് നോക്കാം, അതുപോലെ തന്നെ ആവുമോ നോക്കാം കേട്ടോ. ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവുമോ നോക്കാം. എല്ലാവരുടെയും അപ്ലൈ ചെയ്യാൻ നേരെടുത്തിട്ട്. നമുക്കൊരു ചിലവും ഇല്ലാത്തൊരു പാക്കാണ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ചെമ്പരത്തിയൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചെമ്പരത്തിയുടെ ഇലയും പിന്നെ കരിവേപ്പില, കറ്റാർവാഴ ഇതൊക്കെ ഒരുവിധം എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ പാക്കൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ ലൈവ് റിസൾട്ട് തന്നെ കാണാൻ പറ്റും. നല്ലൊരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുടിക്ക് നല്ല സ്മൂത്തായിട്ടുണ്ട്. കുറച്ചിങ്ങനെ എൻ്റെ മുടി നല്ല ഇങ്ങനെ ഒരു കേളി പോലെ ആയിരുന്നു, അതൊക്കെ പിന്നെ നല്ല സ്ട്രെയിറ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് ഈ പാക്ക് ഇട്ടതിന് ശേഷം. അപ്പോൾ എന്തായാലും റിസൾട്ട് നോക്കി നോക്കട്ടോ. ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും നേരെടുത്തിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒന്ന് പിടിക്കുമല്ലോ. എല്ലാവരുടെയും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് പിന്നെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യണത്. അടി വരെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മളൊന്ന് മുടി നന്നായിട്ട് കെട്ടൊക്കെ ഒന്ന് മാറ്റണം ചീർപ്പ് കൊണ്ട് ചീവിയതിന് ശേഷം. അപ്പോൾ ഒന്നും കൂടിയും ഈസി ആവും കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഞാൻ ഇതിപ്പോൾ ഇടയ്ക്കൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പൊക്കെയാണ്, അപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഈ പാക്ക് ഇട്ടപ്പോൾ തന്നെ. ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല. എന്തായാലും നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. നല്ല കേളി ആയിരുന്നത് കുറച്ചൊരു സ്ട്രെയിറ്റ് ആയ പോലെയൊക്കെ ആയിട്ടുണ്ട്, സ്മൂത്തായിട്ടുണ്ട്. നല്ലൊരു റിസൾട്ട് തന്നെ തരുന്നുണ്ട് കേട്ടോ. എക്സ്പെൻസീവ് അല്ലാത്ത നല്ലൊരു പാക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് കേട്ടോ. ഇപ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ട് എനിക്ക് തന്നെ. ഹെയറൊക്കെ തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്തായ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അപ്പം ഞാൻ രാവിലെയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ണി റെഡി ആയി കേട്ടോ. ഞാനൊരു പിങ്കാണ് ഇട്ടിരിക്കുന്നത്, ഒരു പിങ്ക് ടോപ്പും പിങ്ക് ഒരു ബോയും ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പിങ്കാണ് ഇട്ടിരിക്കുന്നത്. ബാർബി വന്നതിന് ശേഷം കുറച്ച് പിങ്ക് കളറാവാൻ നല്ല ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കമ്മലാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും മാച്ചിങ് ആയ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കമ്മലാണ്. അപ്പോൾ വേഗം എങ്ങനെ ഒരു കമ്മൽ ഉണ്ടാക്കുകയെന്നും കൂടി നോക്കാം കേട്ടോ. അതിനായിട്ട് ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ചെറിയൊരു കവറും കൂടി വേണം. പിന്നെ ഞാൻ ഇങ്ങനത്തെ സ്റ്റോൺസ് ആണ് എടുക്കുന്നത് കേട്ടോ, ഒരു സ്ക്വയർ ഷേപ്പിലുള്ളത്. അത് നമുക്ക് എന്നിട്ട് ഈ ഷീറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോണത്. ഞാൻ B7000 പറഞ്ഞിട്ടുള്ളൊരു ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്യണത്. നന്നായിട്ട് സ്റ്റിക്കാവുന്നുണ്ട്. ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ആ സ്ക്വയർ ഷേപ്പിലുള്ള മിറർ നമ്മളിങ്ങനെ സൈഡായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, രണ്ടെണ്ണം വീതം. അങ്ങനെ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ, ആർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ കാണില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, കുറച്ച് ക്ഷമ മാത്രം മതി, വേഗം ചെയ്ത് കിട്ടുന്ന ഒരു ഡിസൈനും കൂടിയാണ്. മിറർ വർക്ക് ആയതുകൊണ്ട് എല്ലാ ഡ്രസ്സിനും നല്ല മാച്ച് ആവും കേട്ടോ, നല്ല ഗ്രാൻഡായിട്ടുണ്ടാവും. പിന്നെ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല ഈ സ്റ്റോൺസിന്, കുറച്ച് റേറ്റ് വരുന്നുള്ളൂ. ഒരു പാക്കറ്റിന് 10 രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റിയ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇട്ടിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഈ ഡിസൈൻ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സിമ്പിളായ പോലെ തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട്, വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു സീക്വൻസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഗ്രാൻഡായ പോലെ തോന്നും. അപ്പോൾ ഞാൻ ഇതും കൂടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറേ ടൈം എടുത്ത്, നല്ല പണിയാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്ന് ഗ്ലൂ ഒക്കെ ഒന്ന് ഉണങ്ങട്ടെ. ഇനി ഇതേമാതിരി മറ്റേ സൈഡും കൂടി ചെയ്യാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. സ്റ്റോണും പിന്നെ സീക്വൻസും സൈഡ് കൂടെ ലേസും കൂടിയും വെച്ചപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കുറച്ചും കൂടി കട്ട് ചെയ്ത് കളയാം. ആ ഡിസൈനിന് മാത്രം വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തതാണെന്നൊന്നും തോന്നില്ല, നല്ല ഭംഗിയിൽ ഉണ്ടാവും കേട്ടോ. ഈ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്താൽ അങ്ങനൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. ഇനി നമുക്കിതിൻ്റെ ബാക്കിലും കൂടി ഇങ്ങനെ സ്റ്റഡ് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതാ സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് കവർ ചെയ്ത് കണ്ടോ, പേപ്പർ ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അറിയണില്ല, നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മിററിൻ്റെ അതിൽ ഗ്ലൂ ഒന്നും ആവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ ഇതേപോലത്തെ സ്റ്റഡ് എടുക്കുന്നുണ്ട്. ഈ സ്റ്റഡ് നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതും കൂടിയായാൽ നമ്മളെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് അടിയിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് കാത് തുന്നിയവർക്കൊക്കെ ഇടാമല്ലോ, അവർക്കൊക്കെ സിമ്പിളായിട്ട് ഇടാം. അപ്പോൾ സിമ്പിൾ ആൻഡ് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് ബാക്കിൽ ചെയ്തതൊന്നും അത്ര ബോറായിട്ട് തോന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിട്ട് വരാം. അപ്പോൾ പോണ വഴി കുറച്ച് ദൂരം ആയതുകൊണ്ട് അമ്പലത്തേക്കാണ് കേട്ടോ പോകുന്നത്. നടന്ന് പോകാനുള്ളതുകൊണ്ട് ഉണ്ണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, ബിങ്കോയും ഫ്രൂട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അവന് വെള്ളം വേണമെന്നൊക്കെ പറയും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലെത്തിയത് ഉണ്ണിയുടെ ഫ്രണ്ടിനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ നല്ല ഹാപ്പി, ട്രെയിനൊക്കെ പോകുന്നത് കണ്ടിട്ട് അവരിങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര കളിയായിരുന്നു, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ വരുമ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശന്നു. അപ്പോൾ പിന്നെ പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ട് പിസ്സയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഹെയർ പാക്കും പിന്നെ കമ്മലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.